ബഹുമാനപ്പെട്ട റജി മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് ഫ്രീസ് അമ്മയിൽ അച്ഛൻ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജു മെൻസാർ, സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട ജോൺ ഫിലിപ്പോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ നൈനാൻ ബി ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോൺസൺ കല്ലട്ടിതുൽ അച്ഛൻ, സി ജോൺ അച്ഛൻ, അതുപോലെ ശങ്കരത്തിൽ ജോൺ ശങ്കരത്തിൽ അച്ഛൻ, അതുപോലെ നമ്മുടെ ജേക്കബ് ഫിലിപ്പ് അച്ഛൻ, കർത്താവിൽ അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരെ, റമ്പാച്ചന്മാരെ, എപ്പിസ്കോപ്പച്ചന്മാരെ, അതുപോലെ തന്നെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ദൈവജനമേ, ഏവർക്കും ദൈവതിരുനാമത്തിൽ സ്നേഹവന്ദനം. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അഹമ്മദാബാദ് ഭദ്രാസനത്തിൽ നിന്നുള്ളതായ ഒരു വൈദികൻ, പ്രത്യേകിച്ച് ആ ഭദ്രാസനത്തിന്റെ ഉള്ളതായ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടെയാണ് ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് റമ്പാച്ചൻ. ഞാൻ വൈദിക സെമിനാരി പഠനമൊക്കെ കഴിഞ്ഞ് വൈദികനായി ചിങ്ങവനം സെന്റ് ജോൺസ് പള്ളി, മിഷൻ പള്ളിയിൽ സേവനം അനുഷ്ഠിക്കുന്നതായ സമയത്താണ് ഇവിടെ 3-ാം വർഷം പഠിക്കുവാനായി റമ്പാച്ചൻ ഈ സെമിനാരിയിൽ വരികയും എൻ്റെ കൂടെ അവിടെ മിഷണറിയായിട്ട് വരികയും ചെയ്തു. ഇന്നു മുതലുള്ളതായ പരിചയമാണ് പ്രിയപ്പെട്ട റമ്പാച്ചനോട്. ഇപ്പോൾ അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജസ്ഥാനിലുള്ളതായ അബു റോഡിലുള്ളതായ ജ്യോതിശാസ്ത്രത്തിന്റെ പ്രധാന കാര്യദർശിയായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയാണ്. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം വളരെ ശ്രേഷ്ഠമായ നിലയിൽ പ്രവർത്തിക്കുന്നു. നല്ലൊരു സംഘാടകനാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ളതായ ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന വൈസ് പ്രസിഡന്റ് കൂടെയാണ് അദ്ദേഹം. വിവിധ നിലകളിൽ അദ്ദേഹം അഹമ്മദാബാദ് ഭദ്രാസനത്തിലും അതേപോലെ തന്നെ സഭയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളതായ പ്രവർത്തനങ്ങളിൽ ഈ ബഹുമാനപ്പെട്ട റമ്പാച്ചൻ തന്റെ സാന്നിധ്യം കൊണ്ട് സഭയെ സന്തുഷ്ടമാക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം നടത്തുവാൻ തക്കവണ്ണം, ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയതിൽ വളരെ സന്തോഷം. ഉള്ള അനേക പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. പ്രസംഗങ്ങൾ വളരെ വളരെ എളുപ്പം നമ്മുടെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകും. എന്നാൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അത് രേഖപ്പെടുത്തുമ്പോൾ അത് എന്നേക്കുമുള്ളതായ ഒരു കോൺട്രിബ്യൂഷൻ. അതുകൊണ്ട് ഈ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ കാലശേഷവും ഈ പുസ്തകം, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മരണശേഷവും നമ്മൾ രചിക്കപ്പെട്ടുള്ളത് നിലനിൽക്കും. അതാണ് ഒരു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങളിൽ ഒന്നാണ് ഇത്. തുടർന്നും ഇതുപോലെയുള്ളതായ സംഭാവനകൾ നൽകുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ അധിക സമയം എടുക്കുകയില്ല. ഇവിടെ ബഹുമാനപ്പെട്ട വിജേഷ് ഫിലിപ്പ് അച്ഛനും ബഹുമാനപ്പെട്ട ഡോക്ടർ റജി മാത്യു അച്ഛനും ഒക്കെ ഈ പുസ്തകത്തെ കുറിച്ച് പറയുകയുണ്ടായി. നമുക്കറിയാമല്ലോ, നമ്മുടെ ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ്, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇടയിൽ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടോ എന്ന്
പലപ്പോഴും സംശയിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു മടിയനാണ്. വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുവാനും അതിന് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. എന്നാൽ വളരെ നന്നായിട്ട് പ്രിപ്പയർ പറയുന്നതായ വൈദികരും നമ്മുടെ സഭയിലുണ്ട്, അവൈദികരും നമ്മുടെ സഭയിലുണ്ട്. അങ്ങനെയുള്ളതായ പ്രിപ്പയർ ചെയ്ത വിശുദ്ധ ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി അതിനെ കണ്ട് അങ്ങനെ ഒരു പ്രസംഗം നടത്തണം എന്ന ആണ് നമ്മുടെ വെപ്പ്. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും വൈദികരുടെ എല്ലാവരുടെയും ഗുരുനാഥനായ ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛൻ അത് നമ്മളെ സെമിനാരിയിൽ ആദ്യ വർഷം ചെല്ലുമ്പോൾ മുതൽ അത് നമ്മളോട് പറയുന്നത് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു ആരാധനയുടെ ഭാഗമാണ് വചനഘോഷണം എന്ന് പറയുന്നത്. അത് ഒരു ശുശ്രൂഷയാണ്, ആരാധനയുടെ ഭാഗമാണ്. ആരാധനയുടെ ഭാഗമായിട്ടുള്ളതായ വചന ശുശ്രൂഷ ഇവിടെ ബഹുമാനപ്പെട്ട വന്യരായ വൈദിക ശ്രേഷ്ഠൻ പറഞ്ഞതുപോലെ ആരാധനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരാധന യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ടും യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ടുമാണ് ആരാധന വർഷം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ആരാധന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ ശ്രേഷ്ഠമായി ഇതിനെ വിശകലനം ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട റജിയച്ചൻ ഓർപ്പിച്ചു, ഈ ഏവൻഗേലിയോൻ ഭാഗത്ത് നിന്ന് പ്രസംഗിക്കണം എന്നുള്ളതായ കാര്യം അത് സമ്മതിക്കുന്നതോടൊപ്പം അതിനോട് ചേർന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം ഏവൻഗേലിയോനിൽ തന്നെ, ഇവിടുത്തെ അച്ഛന്മാർക്ക് എല്ലാവർക്കും അറിയാം, ഏവൻഗേലിയോനിൽ തന്നെ റെപ്പറ്റീഷൻ, നമ്മുടെ ഒരു വർഷത്തെ കലണ്ടറിൽ റെപ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പല ഭാഗങ്ങളും വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാ വർഷവും ഇതേ ഭാഗം തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. കത്തോലിക്ക സഭയുടെ ലക്ഷണറി അനുസരിച്ച് പലപ്പോഴും ചില വർഷങ്ങളിൽ അത് മാറി മാറി വരാറുണ്ട്. നമ്മുടെ ലക്ഷണറി അനുസരിച്ച് അത് വീണ്ടും എല്ലാ വർഷവും ഒരുപോലെയുള്ളത്. അപ്പൊ ഈ എല്ലാവരും ഓരോ പ്രാവശ്യവും ഒരാൾ തന്നെ ഇന്ന് പറയുന്നതായ വചനം എടുത്ത് നാളെ പറയുമ്പോൾ അത് വ്യത്യസ്തമാകും. അത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അത് വ്യത്യസ്തമാകും. ഒരേ കാര്യം പറഞ്ഞാലും പല അർത്ഥങ്ങള് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും സന്നിവേശിക്കുവാനായിട്ട് കഴിയും. എങ്കിൽ പോലും മറ്റൊരു കാര്യം അതിനോട് ചേർന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. എല്ലാവരും പറഞ്ഞതായ കാര്യങ്ങൾ എല്ലാവരും ഓർക്കുകയില്ല എങ്കിലും ചില ഭാഗങ്ങൾ കുറച്ചുകൂടെ ആഴമായ ദൈവ ചിന്ത മനുഷ്യരിലേക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആ ആഴ്ച വായിച്ചതായ ഭാഗം നമുക്ക് കൂടുതൽ കൃത്യമായി തോന്നിയെങ്കിൽ അത് ഞായറാഴ്ച പ്രസംഗിക്കുന്നതിനോട് തെറ്റില്ല എന്നുള്ളതായ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഈ ആരാധന അല്ലെങ്കിൽ ഏവൻഗേലിയോനിലെ വായന മാത്രമല്ല, അതോട് കൂടെ കുറച്ചുകൂടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകുവാനായിട്ട് സാധിക്കുമെങ്കിൽ തെറ്റില്ല എന്നുള്ളതായ ഒരു ചിന്ത എനിക്കുണ്ട്. അതുപോലെ തന്നെ ഹോമിലറ്റിക്സിനെ കുറിച്ച് പറഞ്ഞ ബഹുമാനപ്പെട്ട അച്ഛൻ, സുറിയാനി സഭാപിതാക്കന്മാരുടെയും ഗ്രീക്ക് സഭാപിതാക്കന്മാരുടെയും ഒക്കെ ഹോമിലീസ്, അവരുടെ പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ അച്ഛൻ പറഞ്ഞതിന് വിപരീതമായിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം വളരെ കഠിനമായ തിയോളജി, നല്ല തിയോളജി ഇവരുടെ ഈ ഹോമിലീസിൽ പറയുന്നുണ്ട്. ഞാൻ ചിലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ അന്നത്തെ ഓഡിയൻസ് എങ്ങനെ ഇതൊക്കെ ഗ്രഹിച്ചുവെന്ന്. ഇപ്പൊ അച്ഛൻ ഇവിടെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോ പലരും ഇരുന്ന് ഉറങ്ങുവാണല്ലോ, ബഹുഭൂരിപക്ഷം ആളുകൾ ഇരുന്ന് ഉറങ്ങുകയാണ്. ഇപ്പോ നമുക്ക് ഇവിടെ പറയുന്നത് പോലെ കൺവെൻഷൻ പ്രസംഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥ വേണം, പിന്നെ ഒന്ന് കരയണം, ഒന്ന് ചിരിക്കണം, ഇങ്ങനെ കുറച്ച്
മിക്സഡ് ആയിട്ടുള്ളതായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ അത് ബഹുഗാമമായ പ്രസംഗമായിട്ട് വരും. അതാണ് എല്ലാവരും നല്ല പ്രസംഗങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് സഭയുടെ അടിസ്ഥാന വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുക എന്നുള്ളതാണ്. വിശ്വാസികളെ സഭ ദൈവവിശ്വാസമുള്ളവരാക്കുക, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാക്കി തീർക്കുക. സഭയുടെ ആരാധനയുമായിട്ട്, പ്രത്യേകിച്ച് ആരാധനയാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനപരമായ ആരാധനാ ജീവിതത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവന്നടിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് പ്രസംഗത്തിന് വേണ്ടത്. ഈ ബഹുമാനപ്പെട്ട റംബാച്ചന്റെ ഈ പുസ്തകത്തിലാണ് ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് വളരെ 1-2 മിനിറ്റ് കൊണ്ട് നിർത്താം. ബഹുമാനപ്പെട്ട റംബാച്ചന്റെ പുസ്തകത്തിലാണ് അതിന്റെ ഒരു പഠനം കാണുന്നുണ്ട്. എല്ലാ വേദഭാഗങ്ങളുണ്ട്. ഞാൻ ഇന്നലെ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയപ്പോ അതിനൊരു പഴയ നിയമ പശ്ചാത്തലം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അന്നത്തെ കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഇപ്പോഴത്തെ ഒരു വ്യാഖ്യാനിക്കുവാനുള്ളതായ ഒരു കാര്യമുണ്ടാവും, പ്രസന്റ് ആയിട്ടുള്ളതായ ഒരു തോട്ട് അവിടെ കാണുവാനായിട്ട്. ഇതൊക്കെ ബഹുമാനപ്പെട്ട റംബാച്ചന്റെ പുസ്തകത്തിന് കാണുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഇതെല്ലാം ബഹുമാനപ്പെട്ട റംബാച്ചൻ തന്റെ പുസ്തകത്തില് രചനയിൽ കാണിക്കുന്നു എന്നുള്ളത് വളരെ ശ്രേഷ്ഠമാണ്. അതോടുകൂടെ തന്നെ നമ്മുടെ ആരാധനയുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒരു മോഡൽ പുസ്തകമായിട്ട് ഇതിനെ കാണുന്നു. ബഹുമാനപ്പെട്ട റംബാച്ചനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാ വിധത്തിലുള്ളതായ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും അനുവാദത്തോടെ തിരുമേനി, വേദിയിലുള്ള ആദരണീയനായ വൈദിക സ്നേഹിതരെ, സഭയുടെ അസോസിയേറ്റ് സെക്രട്ടറി, ഏറ്റവും സ്നേഹമുള്ള ഡോക്ടർ സാറ്, സദസ്സിലുള്ള എൻ്റെ സഹപ്രവർത്തകരായ വൈദിക ശ്രേഷ്ഠരെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് മാനേജിംഗ് കമ്മിറ്റിയിൽ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിരിക്കുന്ന സ്നേഹമുള്ള ഫിലിപ്പോസ് റംബാച്ചനാൽ രചിതമായ വചനത്തിൻ്റെ തിരുനാളം എന്ന പുസ്തകം അഭിനന്ദനായ ദേവദാസിയുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങുന്നതാണ്. തീർച്ചയായും സഭയേറെ പ്രതീക്ഷയോടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ ഫിലിപ്പോസ് റംബാച്ചനിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ വസ്തുതയാണ്. ഒരാളുടെ ആശ്രമ ജീവിതം അയാളുടെ മാത്രം ദൈവാന്വേഷണത്തിന്റെ ആകത്തുകയായിട്ടാണ് നാം പലപ്പോഴും കാണുന്നത്. അയാളുടെ ദൈവരാജ്യവും അയാളുടെ കൈത്തണ്ടയിൽ അനുദിനം വളർന്നു വരുന്ന നമസ്കാര തഴമ്പുകളും അയാൾക്ക് ലഭ്യമാകുന്ന സ്വർഗരാജ്യവുമൊക്കെ സന്യാസത്തിന്റെ വിഷയമായി കാണുമ്പോൾ സഭയെ സംബന്ധിച്ച് സന്യാസം പ്രതീക്ഷകളുടേതാണ്. ആ പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ ആ പ്രതീക്ഷയുടെ പിൻബലത്തിലാണ് സഭയുടെ ആരാധന ജീവിതം വളർന്നു വന്നത്. അതുകൊണ്ട് അഭിനന്ദനായ ഫിലിപ്പോസ് റംബാച്ചന്റെ ഈ സൃഷ്ടി നമ്മുടെ സന്യാസ സമൂഹത്തിലും ആകമാനം മാതൃകയാണ്. സ്വകാര്യമായ ദൈവാന്വേഷണത്തിന്റെ ഭാവം മാത്രമല്ല, ഒരു സമൂഹത്തെ കരിപ്പിടിപ്പിക്കുവാനുള്ള ദർശനങ്ങളും നിയമങ്ങളും നൽകുവാൻ ഉള്ള ഉൾവലിച്ചു പ്രിയ റംബാച്ചന് ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുസ്തകം ഞാൻ വായിച്ചു നോക്കാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ അഭിപ്രായ പൂർണ്ണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എങ്കിലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട എല്ലാ അഭിപ്രായത്തോടും ചേർന്ന് എനിക്ക് ഉത്തമമായൊരു ബോധ്യമുണ്ട്. ആ ബോധ്യം പഠനമുറിയിൽ നിന്ന് ഞാൻ സ്വന്തമാക്കിയതല്ല. നൂറ്റാണ്ടായി സഞ്ചരിച്ച് പരിചയപ്പെട്ട് തിരിച്ച ബോധ്യങ്ങളിൽ മലങ്കര സഭയുടെ സഭാമക്കളെ
ഇന്ന് മലങ്കര സഭയോട് ചേർത്ത് നിൽക്കുന്ന ഏക സംവിധാനം ആരൊക്കെയോ എവിടേക്കോ വചനം പ്രസംഗിച്ചതുകൊണ്ട് തന്നെയാണ് എന്ന ബോധ്യമാണ്. അതിൽ കോമഡികൾ ഉണ്ടാവാം, അതിൽ ട്രാജഡികൾ ഉണ്ടാവാം, പ്രൊഫഷണലിസവും ഉണ്ടാവാം. അതൊക്കെ ഞാൻ വിനയപൂർവ്വം സമ്മതിക്കുന്നു. പക്ഷേ ഈ സഭയുടെ യാത്രയും സാധാരണക്കാരായ ആളെ ഈ സഭയോട് ബന്ധിപ്പിച്ച് നിർത്തിയത് ഈ അനുഗ്രഹീത ശുശ്രൂഷ തന്നെയാണ് എന്നെ ബോധ്യം വീണ്ടും ഉച്ചത്തിൽ ഉയരത്തിൽ പ്രഖ്യാപിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എല്ലാവിധ നന്മകളും പ്രിയപ്പെട്ട പ്രഭാഷണ വാക്കുകൾ. സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജു മൻസാറിനെ സാദരം ക്ഷണിച്ചു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹീതമായ ചടങ്ങിൽ ഈ പുസ്തക പ്രകാശനം നടത്തി നമ്മെ അനുഗ്രഹിച്ച അഭിവിന്യ ദേവഫിലോസ് തിരുമേനി, ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട വിജേഷച്ചൻ, പുസ്തക പരിചയപ്പെടുത്തൽ നടത്തിയ ബഹുമാനപ്പെട്ട റജിമേറ്റൻ, സഭയുടെ ആദരണീയനായ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട തോമസ് വർഗീസ് അമീലച്ചൻ, ബഹുമാനപ്പെട്ട ചർത്തിലാട്ട് കോർപ്പിസ് കോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട ശങ്കരത്തിൽ കോർപ്പിസ് കോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട ജേക്കബിൽ കോർപ്പിസ് കോപ്പാച്ചൻ, തുമ്പോൺ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോൺസൺ കലട്ടത്തിൽ കോർപ്പിസ് കോപ്പാച്ചൻ, ദേവലോകരമനയുടെ മാനേജർ, വന്യ വൈദിക ശ്രേഷ്ഠരെ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അധിക പ്രസംഗം ഉണ്ടാവരുത് എന്ന് ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട റജിയച്ചനും അതോടൊപ്പം തന്നെ വിജേഷച്ചനും ഒക്കെ നമ്മളെ ഓർപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ ആശംസകൾ അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആദ്യമായി ദൈവത്തെ സ്തുതിക്കുകയാണ് വന്യ ഫിലിപ്പോസ് പ്രഭാഷനെ ഓർത്ത്. പൗരോഹിത്യവും ശ്രേഷ്ഠ പൗരോഹിത്യവും ഒക്കെ ഇന്ന് ഏറെ വിമർശിക്കപ്പെടുകയും സമൂഹ മധ്യത്തിൽ വിസ്താര ഭയത്താൽ പലരും ചുരുക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ദൈവനാമ മഹത്വത്തിനായി സഭയുടെ കൊമ്പുകയറുവാൻ തക്കവണ്ണം രാജസ്ഥാനില് അബു റോഡില് സഭയ്ക്ക് സ്വന്തമായ ഒരു ആശ്രമ പ്രസ്ഥാനം ഉണ്ടാകുവാൻ തക്കവണ്ണം അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെ ശൈശവാവസ്ഥയിലായിരുന്ന കാലഘട്ടത്തിൽ തന്നെ അത്തരത്തിലൊരു ആശ്രമ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം തന്നെ അർബാച്ചിനെ എടുത്ത് ഉപയോഗിച്ചു. എനിക്ക് അർബാച്ചിനെ അങ്ങനെ പരിചയമില്ലായിരുന്നു. പക്ഷേ അർബാച്ചിനെ അതിന്റെ ചുമതല വഹിക്കുന്ന ഒരു കാലത്ത് ആ ആശ്രമം ഒരു പ്രാദേശികമായ ഒരു രാഷ്ട്രീയ ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു MLA കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ആശ്രമം പൂട്ടിപ്പോയ ഒരു ദിവസം, അന്ന് അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ ഗർബാച്ചൻ, എനിക്കൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഗർബാച്ചൻ എന്നോട് സംസാരിക്കുന്നത്, വിളിച്ച് വളരെ പ്രയാസത്തോടു കൂടി ആ കാര്യം പറയുകയും എന്ത് ചെയ്യണം, രാജസ്ഥാനിലെ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടെ ഇരുന്നുണ്ട്, അതിന്റെ വഴി കൃത്യമായി പറഞ്ഞു തന്നു. അത് മറ്റൊന്നുമല്ല, സാറെ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഉമ്മൻചാണ്ടി സാറിനെ ഒന്ന് കണ്ടാൽ ഈ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടി സാറിന്റെ അടുക്കൽ ഞങ്ങൾ ചെല്ലുന്നു. വിളിച്ച് അത്യാവശ്യം ചോദിക്കുന്നു, രാത്രി ട്രെയിനിൽ വരും, വെളുപ്പിനെ ഞായറാഴ്ച രാവിലെ ഇന്നടത്ത് വന്നാൽ കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കാണുന്നു. ഉമ്മൻചാണ്ടി സാറ് മണിക്കൂറുകൾ കൊണ്ട് ആ വിഷയത്തിൽ ഇടപെടുകയും രാജസ്ഥാൻ മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും 2 ദിവസങ്ങൾക്ക് ഉള്ളിൽ RDO പൂട്ടിയതായ ആ ആശ്രമവും അനുബന്ധ സ്ഥാപനങ്ങളും അനുബന്ധമായിട്ടുള്ള മുഴുവൻ സംഗതികളും തിരിച്ച് എറബാച്ചന് കൊടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നെ എറബാച്ചൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, ഉമ്മൻചാണ്ടി സാറിനോട് നന്ദി പറഞ്ഞില്ലല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ 1 വർഷം മുമ്പ്, അത് ജൂലൈ മാസത്തിലാണ്, വന്ദനായ ഉമ്മൻചാണ്ടി സാറ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയതിനു ശേഷം ഉമ്മൻചാണ്ടി സാറിനെ പറ്റി എറബാച്ചൻ എഴുതിയതായ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വന്നത് ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്ന വാക്കുകളായിരുന്നു. നന്ദിയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഉമ്മൻചാണ്ടി സാർ അന്ന് മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഉമ്മൻചാണ്ടി സാറിനെ ഒറ്റയ്ക്ക് കണ്ട് എറബാച്ചൻ നന്ദി പറഞ്ഞതുമൊക്കെ നന്ദിയോടെ ആ കുറിപ്പുകളിൽ ആ വാക്കുകളിൽ ഞാൻ വായിച്ചെടുത്തു. തീർച്ചയായും സഭയിലെ ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ വന്ദനായ എറബാച്ചൻ ഞങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ ഇടയിൽ ഏറെ സ്നേഹം പിടിച്ചു പറ്റിയ ഒരു വൈദിക ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ വചനങ്ങൾ ഈ പുസ്തക രൂപത്തിൽ പ്രബോധന ശുശ്രൂഷ ഈ ലേഖനങ്ങളിൽ കൂടെ അടുത്ത തലമുറയ്ക്ക് പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
തീർച്ചയായും ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട അഭിവൃദ്ധി തിരുവനന്തപുരത്തിന്റെ തിരുക്കാര്യങ്ങളാൽ പ്രകാശനം ചെയ്യപ്പെട്ടതായ ഈ പുസ്തകം വരും തലമുറയ്ക്ക് ഒരു മാർഗദർശനമാവട്ടെ, അടുത്ത തലമുറയ്ക്ക് ഒരു വഴികാട്ടിയാവട്ടെ. കൂടുതൽ സർവശക്തനായ ദൈവം ബഹുമാന്യനായ അൽബാച്ചനിൽ കൂടി പ്രവർത്തിച്ച് പുതിയ അടുത്ത തലമുറയ്ക്ക് പ്രയോജനം വരുന്നതായ പുതിയ പുതിയ ലേഖനങ്ങൾ തീർച്ചയായും ഗർഭാചനൽ കൂടി ഉണ്ടാവട്ടെ. അതിന് ഗർഭാചനെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. ഗർഭാചനൽ കൂടി ദൈവനാമം മഹത്വപ്പെടട്ടെ, സഭയുടെ മുമ്പേരട്ടെ. മാനേജിംഗ് കമ്മിറ്റിയിലെ എല്ലാ സഹപ്രവർത്തകരുടെയും പേരിൽ വന്ദനായ അമ്മയുടെ ആശംസകൾ അറിയിച്ചു. ബഹുമാനപ്പെട്ട റോണിയുടെ പേരിലും ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരും ഇവിടെ കൂടിയിരിക്കുന്നവരുടെയും ഇവിടെ ഉള്ള എല്ലാവരുടെയും പേരിൽ ഒറ്റ വാക്കിൽ വന്ദനായ ഗർഭാചന പ്രാർത്ഥനാപൂർവമായ മംഗളങ്ങൾ തരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. വൈദിക സംഘം കേന്ദ്ര ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ മേന വി ജോർജ് സാദരം ക്ഷണിച്ചു. യോഗാധ്യക്ഷൻ അതിലായ ഡോക്ടർ വിജേഷ് പിടിപ്പച്ചൻ, ഈ പുസ്തകം ഔപചാരികമായി പരിചയപ്പെടുത്തിയ സെമിനാരിയുടെ പ്രിൻസിപ്പൽ അതിലായ ഡോക്ടർ രഞ്ജിനെ അച്ഛൻ യോഗത്തിന് ആശംസകൾ നേരുകയും ഈ ചടങ്ങിൽ പുസ്തകം ഔപചാരികമായി സ്വീകരിക്കുകയും ചെയ്ത പരിശുദ്ധ സഭയുടെ വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് വർഗീസ് അച്ഛൻ, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ബൻസ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഹോറപ്പിസ്കോപ്പ മധ്യ വൈദിക സഹോദരൻ, സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. നാളെ സെന്റ് തോമസ് ഡേയുടെ ശ്രദ്ധേയാമ പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവർക്കും മടങ്ങേണ്ടതായിട്ടുണ്ട്. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ചുരുങ്ങിയ വാക്കുകൾ മാത്രം. യശശരീരനായ ഡോക്ടർ സാമുവൽ ചന്ദ്രപ്പള്ളി ഓർമ്മിപ്പിക്കുന്നൊരു വാക്കുകളുണ്ട്. ഒരുവനെ ശ്രേഷ്ഠനായിട്ട് എണ്ണണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വരും തലമുറ വായിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും കുറിച്ചു വയ്ക്കണം, അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് എഴുതുവാൻ തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ മാതൃകാപരമായ ജീവിതം വയ്ക്കണം. വാസ്തവത്തിൽ റംബാച്ചൻ ഇന്ന് അനുഗ്രഹകരമായ ഈ ഗ്രന്ഥരചനയിലൂടെ രണ്ട് തലങ്ങളിലും കൃത്യമായി തൻ്റെ സാന്നിധ്യം കുറിച്ചിടുകയാണ്. താൻ ആർജിച്ചെടുത്ത ആധ്യാത്മികതയുടെ അനുഗ്രഹീതമായ ചിന്തകളെ ഈ അനുഗ്രഹീത പുസ്തകത്തിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ തിരുമനസ്സുകൊണ്ട് ഓർമ്മിച്ചതുപോലെ തന്നെ കടന്നുപോയാലും നിലനിൽക്കുന്ന ഒരു സാക്ഷ്യമായി ആ ഗ്രന്ഥം നിൽക്കും. രണ്ട്, അദ്ദേഹം ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷ വളരെ ശ്രേഷ്ഠമാണ്. വടക്കേന്ത്യൻ പ്രദേശത്ത് വളരുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ജീവിക്കുവാനും ഒക്കെ ഇടയായിട്ടുള്ളതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ ശുശ്രൂഷ വളരെ ശ്രമകരമാണിത്. പ്രത്യേകിച്ച് രാജസ്ഥാനിലൊക്കെ അദ്ദേഹം വളരെയധികം ത്യാഗപൂർണമായ ഒരു ശുശ്രൂഷയാണ്. ജ്യോതിശാസ്ത്രത്തിൽ ഒരുപക്ഷെ ഇവിടെ ബഹുമാനപ്പെട്ട അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജുമൻ സാർ ഓർമ്മിച്ചതുപോലെ എല്ലാ തരത്തിലും ഇന്ന് അത് വളരെ വല്ലാത്ത തരത്തിലേക്ക് വളർന്നിട്ടുണ്ട്. വളരെ ശത്രുതാ മനോഭാവത്തോടുകൂടി ക്രൈസ്തവ സമൂഹത്തെ ഒറ്റപ്പെടുത്തുവാനും തെരഞ്ഞെടുത്ത് ഉപദ്രവിക്കുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ സഭയുടെ കൊമ്പ് ചേരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ അധ്യധ്വാനം. ഇവിടെ പലരും ഓർമ്മിച്ചതുപോലെ വ്യക്തിപരമായിട്ട് ജ്യോതിശാസ്ത്രത്തിലും എനിക്കൊരു ബന്ധമുണ്ട്. അതിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ കല്ല് ചുമക്കുവാൻ ഒരു ഭാഗ്യം എനിക്കും സിദ്ധിച്ചിട്ടുണ്ട്. ആ നിലയിൽ ആശ്രമവുമായിട്ടൊരു ബന്ധമുണ്ട്. ആ പരിശുദ്ധ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ എന്നോടൊപ്പം ഞാൻ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ റംബാച്ചനോടുള്ള സ്നേഹവും സൗഹൃദവും ആഴമാണ്. വളരെ വ്യാപ്തമായിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നല്ല ബന്ധം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ്റെ റംബാച്ചന്റെ പ്രവർത്തന മേഖല കൂടുതൽ വിശദമാകട്ടെ. ദൈവം അദ്ദേഹത്തെ കയ്യിലടങ്ങിയ ഉപകരണമായി സഭയുടെ കൊമ്പ് ചേരുവാനും വരും തലമുറയെ ആധ്യാത്മികതയുടെ അനുഗ്രഹീത മേച്ചിൽപ്പുറങ്ങളിലേക്ക് സ്വച്ഛന്തമായ ജലാശയങ്ങളിലേക്ക് അനയിക്കുവാൻ തക്കവണ്ണമുള്ള പദവികളിലൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് വൈദിക കുടുംബത്തിനുള്ളത്. അത് ഔപചാരികമായിട്ട് അറിയിച്ചുകൊണ്ടും റംബാച്ചന്റെ എല്ലാ കർമ്മമേഖലകൾക്കും ദൈവം തമ്പുരാൻ സമൃദ്ധമായ അനുഗ്രഹങ്ങളും അതിന് അനുഗ്രഹീതമായ പ്രതിഫലവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വൈദിക കുടുംബത്തിന്റെ എല്ലാ ഭാവങ്ങളും അനുഗ്രഹാശംസകളും അനുമോദനങ്ങളും ഈ പുസ്തക രചനയിൽ അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കും. സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോൺസൺ വെള്ളത്തിൽ കോൺഗ്രസ് ബാബായി ആദരപൂർവ്വം ക്ഷണിച്ചു. പ്രിയക ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അഭിനന്ദനായ ഡോക്ടർ ദയബ്രസ്ബേനി, പരിശുദ്ധ സഭയുടെ വൈദിക ട്രസ്റ്റി മന്ദിരായ തോമസ് വർഗീസ് അമേരച്ചൻ,
അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് വിജി ഉമ്മൻ അവറുകൾ, വന്ദനായ വിജേഷച്ചൻ, ചെറുത്തിരാട്ട് കോറബിസ്കോപ്പ് അച്ഛൻ ഉൾപ്പെടെയുള്ള വന്യ വൈദിക ശ്രേഷ്ഠർ, വന്ദനായ റംബാച്ചന്മാർ, വന്ദനായ വൈദിക ശ്രേഷ്ഠർ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന പ്രതികൾ, സഭാസ്നേഹികളെ, പ്രാർത്ഥനയുടെയും കൃതജ്ഞതയുടെയും ഒരു വലിയ നിമിഷത്തിൽ നാം ഇവിടെ നിൽക്കുന്നു. ഒരു വചനത്തിൻ്റെ തിരുനാളം എന്ന നിലയിൽ വന്ദനായ ഫിലിപ്പോസ് റംബാച്ചനുമായി എൻ്റെ ആദ്യ കണ്ടുമുട്ടൽ വന്ദനായ എൻ്റെ സജീച്ചൻ ഉദയപൂർ ദേവാലയത്തിലെ വികാരിയായിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട ഫിലിപ്പോസ് റംബാച്ചൻ രാജസ്ഥാനിലെ കോട്ട ദേവാലയത്തിൽ നിന്നും അവിടേക്ക് കടന്നു വരുന്ന ഒരു ചിത്രമാണ്. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹം എന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തു. മറ്റൊരു സന്ദർഭം ഞാനിപ്പോൾ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ അവിടെ നിന്ന് മഹാപ്രളയത്തിൽ ലോറി കണക്കിന് സാധനങ്ങൾ വന്നപ്പോൾ പല സ്ഥലങ്ങളിലായി കൊടുക്കുവാൻ പല പേരുകൾ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം, കർശനമായ കാര്യം ഉണ്ടായിരുന്നു. പറയുന്ന പേരുകൾ കൃത്യമായിരിക്കണം, അവിടെ തന്നെ അത് എത്തണം, ഇല്ല എങ്കിൽ അത് പറ്റുകയില്ല എന്നതാണ്. പ്രളയം കയറി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാതെ നിൽക്കുന്ന അവസരത്തിലാണ് അച്ഛൻ്റെ ഈ വാക്കുകൾ. സത്യത്തിൽ ഞാൻ എന്തിന് അദ്ദേഹത്തോട് സംസാരിച്ചെന്ന് എനിക്ക് ആദ്യമേ തോന്നിപ്പോയി. ഞാൻ കൈപ്പെട്ടു പല സ്ഥലങ്ങളിലെയും വെള്ളം കയറിയ സ്ഥലത്തെ പേരുകളാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷേ അദ്ദേഹത്തിന് ഫോൺ നമ്പർ വേണം, വീടിൻ്റെ ലൊക്കേഷൻ വേണം. ഇതൊന്നും അറിയാത്ത ഞാൻ അല്പമായിട്ട് പരീക്ഷമായി എൻ്റെ മനസ്സിൽ ചിന്തിച്ചെങ്കിലും പക്ഷെ ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസിച്ചു. കാരണം അദ്ദേഹം അനുഭവിച്ച വലിയൊരു ത്യാഗമുണ്ടായിരുന്നു. പലരിൽ നിന്നും സമ്പാദിച്ച സാധനം കൃത്യമായി അതിൻ്റെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ കൃത്യമായിരിക്കണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം വളരെ വളരെ കൂടുകൂടിയാണ് വന്നത്. അദ്ദേഹം പ്രഭാഷകനായി മറ്റു പല മേഖലകളിൽ അദ്ദേഹവുമായി സംഭാഷണങ്ങൾ ഏർപ്പെടുമ്പോഴും ഒക്കെ എനിക്ക് പല ബഹുമാനവും അദ്ദേഹത്തെ കൂടി. അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കന്മാർ വളരെ സ്നേഹത്തോടിരുന്നു. എവിടെ വെച്ച് ഏത് വേദിയിൽ കണ്ടാലും പിതാവിനെ വന്ന് കണ്ട് സ്നേഹത്തോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. ഒരു ചെറിയ തിരുനാളത്തിൽ നിന്ന്, ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് നിന്ന് അദ്ദേഹം ഇന്ന് മലങ്കര സഭയിൽ ആകമാനം വലിയ അഗ്നിദീപം തെളിയിക്കത്തക്ക രീതിയിൽ അദ്ദേഹം വചനത്തിലൂടെയും സംസാരത്തിലൂടെയും സ്നേഹമായ ഇടപെടലുകളിലൂടെയും പല പല വേദികൾ, പല പല സംഭവങ്ങൾ കീഴടക്കുവാൻ തക്കവണ്ണം സാധിച്ചു. പക്ഷെ ഇന്നത്തെ വേദി മറ്റുള്ളവർക്ക്, ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വളരെ പ്രയോജനമുള്ളൊരു കാര്യമാണ്. ശനിയാഴ്ച വൈകിട്ട് ഈ പുസ്തകമൊക്കെ എടുത്തൊന്ന് തപ്പി പ്രസംഗിക്കാനുള്ള ഒരു പരിശ്രമം ചെല്ലുമ്പോൾ ഇനി പുതിയ പള്ളി ആകുകയാണ്. അപ്പോൾ പുതിയ പുസ്തകം ശരിക്കും ഞങ്ങൾക്കാണ്, മുമ്പോട്ടിലെ അച്ഛന്മാർക്ക് പ്രയോജനപ്പെടുന്നത്. ഈ പുസ്തകം എടുത്ത് വെച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ വായിക്കാനുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ വായിക്കാൻ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. ഒരാഴ്ച ഞങ്ങളത് വായിച്ച് റംബാച്ചൻ്റെ വചനങ്ങളും ഞങ്ങളുടെ വചനങ്ങളും ഒക്കെ ചേർത്ത് ഭംഗിയാവണ്ണം പ്രസംഗിക്കുവാൻ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുവാൻ തക്കണം. വ്യക്തിപരമായ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും കാര്യമല്ല. അതുകൊണ്ട് ഏറ്റവും അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്രാസന അംഗം എന്ന നിലയിൽ വന്യനായ ഫിലിപ്പോസ് റംബാച്ചനോടുള്ള പ്രാർത്ഥന, കുടുംബത്തോടുള്ള പ്രാർത്ഥന പ്രത്യേകം അറിയിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഏവർക്കും കൃതജ്ഞത അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് റംബാച്ചനെ ക്ഷണിച്ചു. അതിനായ ഡോക്ടർ തോമസ് റൈസ് സ്വാമിയിലച്ചൻ, ബിജു മെൻസ, അതിനായ ജോൺസൺ കലക്കലച്ചൻ, റജി മാത്യുസച്ചൻ, മുകേഷ് അച്ഛൻ, ഞാനാൻ ചോറച്ചൻ, സ്വാഗതാശംസിച്ച ജോൺ ഫിലിപ്പോസ് അച്ഛൻ, വേദിയിലായിരിക്കുന്ന എല്ലാ കോർപ്പറേറ്റ് മെമ്പർമാർ, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, റംബാച്ചന്മാർ, വിവിധ മദ്രാസനകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന
സഭാമാനസിക കമ്മിറ്റി മെമ്പേഴ്സ് ഉൾപ്പെടെയുള്ള ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, മറ്റ് പ്രിയപ്പെട്ടവരെ തത്വത്തിൽ സ്നേഹമുണ്ട്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ വചനത്തിൻ്റെ തിരുനാളമെന്ന ഈ ബുക്കിൻ്റെ പ്രകാശനം അനുഗ്രഹപ്രദമായി തീരുവാൻ ഇതുപോലൊരു ബുക്ക് എഴുതുവാൻ തക്കവണ്ണം എന്നെ ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ എൻ്റെ ശിരസ്സുകളെ നൽകുന്നു. ദൈവവചനം വായിക്കുമ്പോൾ പ്രാർത്ഥനയോടെ, അക്ഷരശുദ്ധിയോടെ, വളരെ ശ്രദ്ധാപൂർവം വായിക്കണമെന്ന്, ഓരോ വരികളിലും ഒളിഞ്ഞു കിടക്കുന്ന ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ധ്യാനിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ വൈദിക ജീവിതത്തിലെ ആദ്യത്തെ ആത്മീയ പിതാവും വഴികാട്ടിയുമായ ഭാഗ്യസ്മരണാഥനായ ിലൂടെയും വടക്കേ ഇന്ത്യൻ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ ആകർഷിച്ച ഭാഗ്യസ്മരണാഥനായ സ്തേഫാനോസ് തിരുമേനിയുടെയും ഓർമ്മകൾക്ക് മുമ്പ് എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നുള്ളത്. മലങ്കര സഭാമാസികയുടെ വീക്ക്ലി ന്യൂസ് ബുള്ളറ്റിൻ അതിൽ 2022-2023 കാലഘട്ടത്തിലെ ആരാധന വർഷത്തിൽ എഴുതിയ ഏവങ്കേലിയോൻ പ്രസംഗ കുറിപ്പുകൾ ചേർത്ത് വെച്ചാണ് ഈ ചെറിയ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ന്യൂസ് ബുള്ളറ്റിനിൽ എഴുതുവാൻ തക്കവണ്ണം എനിക്ക് അനുവാദം നൽകിയ മലങ്കര സഭാ മാസികയുടെ പ്രസിഡന്റായിരിക്കുന്ന അഭിനന്യ യുവനന്മാർ ദിയോസ്കോറോസ് തിരുമേനിയോട് നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കൂടാതെ എൻ്റെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനാപൂർവ്വം പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ആത്മീയ പിതാക്കന്മാരായ അഭിനന്യ ഡോക്ടർ യാക്കോബ് മാലിന്യൂസ് തിരുമേനിയോടും, അഭിനന്യ ഡോക്ടർ യുഹാൻമാർ ദെമത്രിയോസ് തിരുമേനിയോടും, അഭിനന്യ ഡോക്ടർ ഗിബ്രീസ് മായൂരിയോസ് തിരുമേനിയോടും ഉള്ള പ്രത്യേകമായ നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പുസ്തക പ്രകാശനം നിർവഹിച്ച എൻ്റെ ഭദ്രാസന മെത്രാപ്പൊലീത്തായും എൻ്റെ ആത്മീയ പിതാവുമായ ഡോക്ടർ ഗിബ്രീസ് മാർ ജെഹ്റോസ് തിരുമേനിയോട് ഈ പുസ്തക പ്രകാശനത്തെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അതിനെ സമ്മതിക്കുകയും അതിന് വേണ്ടതായ പ്രോത്സാഹനം നൽകുകയും ഇവിടെ വെച്ച് തന്നെ നിർവഹിക്കുന്നതിനുള്ള അനുഭവം നൽകിയ പിതാവിനുള്ള നന്ദിയും സ്നേഹവും അവിടുത്തെ സമർപ്പിക്കുന്നു. പുസ്തകം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ച സഭയുടെ വൈദിക ട്രസ്റ്റിയായിരിക്കുന്ന പന്നിനായ തോമസ് മറീസ് അമേലച്ചൻ, നമ്മളെ വൈദികരെ സംബന്ധിച്ച് നമ്മുടെ എല്ലാവരുടെയും അമരക്കാരനായി എപ്പോഴും നിൽക്കുന്ന പന്നിനായ അച്ഛൻ, അച്ഛനെയും ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം അച്ഛൻ അത് വരാമെന്ന് സമ്മതിക്കുകയും, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ തിരക്ക് നിറഞ്ഞ സാഹചര്യമായിട്ട് പോലും ഒക്കെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ സമയത്തൂടെ കടന്നു പോകാനുള്ള അച്ഛനുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കും. അപ്പം ആശംസ അറിയിച്ച മുന്നിലായ അഡ്വക്കേറ്റ് ബിജു മൻസാർ, അതോടൊപ്പം തന്നെ അസോസിയേറ്റ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ വൈദ്യ സംഘം സെക്രട്ടറി ആയിരിക്കുന്ന മുന്നിലായ ഡോക്ടർ ഡൈന ജോർജൻ, തുമ്പോൺ ഭദ്രാസനം സ്ഥാപനത്തായിരിക്കുന്ന മുന്നിലായ ജോസഫ് കൽച്ചൻ എന്നിവരോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച പന്നിനായ വിജേഷ് തിരുത്തച്ഛൻ, ഈ പുസ്തകത്തിന് ഒരു അവതാരിക എഴുതി എന്നെ അനുഗ്രഹിച്ച പന്നിനായ ഡോക്ടർ റജി മാത്യുസ്, രണ്ടുപേരും എൻ്റെ ഗുരുക്കന്മാരാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതുവാനോ ചിന്തിക്കുവാനോ ഒക്കെ പ്രോത്സാഹനം നൽകിയത് ഈ വന്യ ഗുരുക്കന്മാരാണ്. തീർച്ചയായിട്ടും അവരോടുള്ള എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. അവരുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ചത് എൻ്റെ ഇടവികാരി അതിനായ ജോർജ് ഫിലിപ്പോസ് അച്ഛനാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഏത് സമയത്തും രാത്രി പകൽ വ്യത്യാസമില്ലാതെ എപ്പോൾ പറഞ്ഞാലും ഓടിയെത്തുന്ന അതിനായ ജോർജ് ഫിലിപ്പോസ് അച്ഛനോടും ഒപ്പം സഹവികാരിയായിരിക്കുന്ന ജോബ് സാമച്ചനുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. അതിനായ ഓർക്കിസ്കോപ്പ അച്ഛന്മാർ എല്ലാവരും എൻ്റെ ഗുരുതുല്യന്മാരാണ്. ജോൺ സെക്രട്ടറി അച്ഛൻ എൻ്റെ മാതാവിൻ്റെ കുടുംബാംഗമാണ്. അതോടൊപ്പം തന്നെ ചിരത്തിലാണ്ട് ഓർക്കിസ്കോപ്പ അവരുകൾ എന്നെ വളരെയധികം സ്നേഹിക്കുകയും
എന്നെ കരുതുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ ജേക്കബ് ഫിലിപ്പ് ഓർപ്പിസ്കോപ്പ എൻ്റെ കുടുംബത്തെ ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ജേക്കബ് ഫിലിപ്പ് ഓർപ്പിസ്കോപ്പ തന്നെയാണ്. അദ്ദേഹത്തെ ഈ അതോടൊപ്പം തന്നെ ജോൺസൺ കല്ലത്ത് ഓർപ്പിസ്കോപ്പായി ഈ എല്ലാ ഓർപ്പിസ്കോപ്പുമാരുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. തുമ്പർ ഭദ്രാസനത്തിൽ നിന്നും എത്തിയിരിക്കുന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, എൻ്റെ ഇടവുകാരി ആയിരുന്ന വേരിമാര് ഉൾപ്പെടെയുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഭദ്രാസന കൗൺസിൽ മെമ്പേഴ്സ്, അതിൽ വൈദികരുണ്ട്, അൽമായരായിട്ടുള്ളവരുണ്ട്, എല്ലാവരുമുള്ള ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഇവിടെ കടന്നു വന്നതിനുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം കോട്ടയം ഭദ്രാസന വൈദിക മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിലുള്ള വൈദിക മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, നിരണ ഭദ്രാസനത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ചെങ്ങന്നൂർ ഭദ്രാസനത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, കുന്നംകുളം ഭദ്രാസനത്തിലുള്ള പ്രതിനിധികൾ, അടൂർ കടപ്പനാട് ഭദ്രാസനത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, അഹമ്മദാബാദ് ഭദ്രാസനത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, മറ്റ് OCVM പ്രവർത്തകർ, കേന്ദ്ര കമ്മിറ്റി പ്രവർത്തകർ, എല്ലാവർക്കുമുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒപ്പം എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്ന സെമിനാരിയിൽ എന്നോടൊപ്പം പഠിച്ച വൈദികർ കടന്നു വന്നിട്ടുണ്ട്. അപ്പം അവരോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള സെമിനാരി പഠിപ്പിച്ച പല വൈദികരും ഇവിടെയുണ്ട്. അവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അഹമ്മദ് മദ്രാസത്തിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ കടന്നു വന്നിട്ടുണ്ട്. അവരോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. എൻ്റെ മാതൃക ഇടവക സെന്റ് മേരീസ് ഓർത്തഡോക്സ് ബലികത്യത്തിലെ ഇടവ പട്ടക്കാർ, അവിടുത്തെ മുൻ വികാരിമാർ, ഞങ്ങളുടെ ദേശത്തുള്ള മൈലപ്രാവ് ഉൾപ്പെടെയുള്ള ദേശത്തെ പട്ടക്കാർ, ഇങ്ങനെയുള്ള എല്ലാവരോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. മീഡിയ കൈകാര്യം ചെയ്ത സ്റ്റെഫിനും ടീമും അതോടൊപ്പം തന്നെ ജോജി കുന്നംകുളം അവരോടുള്ള പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രകാശനം ചെയ്യുവാനായി ഈ സോപാന അക്കാദമി ഒരുക്കി തന്ന നന്ദിനായ മാത്തിക്കുട്ടി റബ്ബാച്ചൻ, ഞാൻ റബ്ബാച്ചനോട് ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ എനിക്കൊന്നും അറിയേണ്ടതായിട്ട് വന്നില്ല. എല്ലാ കാര്യങ്ങളും അത് ഭംഗിയായിട്ട് ക്രമീകരിച്ചു. റബ്ബാച്ചൻ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ നേതൃത്വം നൽകി. റബ്ബാച്ചനോടൊപ്പം ജനനച്ചൻ, ഇവിടുത്തെ ജസനച്ചൻ, അജോച്ചൻ, മറ്റ് ബ്രദേഴ്സ്, ഇവിടുത്തെ മറ്റ് സ്റ്റാഫ് എല്ലാവരും ഇവിടുത്തെ തന്നെ ഈ ആശ്രമത്തിന്റെ ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ അവരെല്ലാവരും ആത്മാർത്ഥങ്ങളോട് സഹകരിച്ചു. വേണ്ട സഹായ സഹകരണം നൽകി. അവയെല്ലാം പ്രത്യേകം ഓർക്കുന്നു. നബീനയുടെ സാരഥിയായിട്ടുള്ള സനു, എന്നോടൊപ്പം എപ്പോഴും എന്നോടൊപ്പമുള്ള നിതിൻ, ഇതിനുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഈ ബുക്ക് പ്രിന്റ് ചെയ്യാൻ സഹായിച്ച സോഫിയ പ്രിന്റ് ഹൗസ്, ഇത് പുസ്തക രൂപത്തിലാക്കുവാനായി സഹായിച്ച ജോയ്സ് കോട്ടക്കാട്, ജോയ്സ് ഈ പുസ്തകം പല പ്രാവശ്യം വായിക്കുകയും അതിന്റെ പ്രൂഫ് റീഡിംഗ് നടത്തുകയും ചെയ്തു. ജോയ്സിനുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകത്തിൽ ഇതിന് അനുയോജ്യമായ ഐക്കൺസ് ക്രമീകരിച്ച് തന്നിരിക്കുന്നത് അതിനായ റിജോ ക്യൂരീസ് അച്ഛനാണ്. റിജോ അച്ഛനുള്ള പ്രത്യേകമായ നന്ദി സമയത്ത് അറിയിക്കുന്നു. ഒപ്പം പത്തനംതിട്ടയിൽ നിന്നും യാത്ര അതിനുള്ള ക്രമീകരണം ചെയ്ത മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന ശ്രീ എൽറ്റൈറ്റസ് അവരോടും നിതിൻ മണക്കാട്ടിനുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഞാൻ ഓരോരുത്തരുടെയും പേരായിട്ട് എനിക്ക് പറയേണ്ടിവരാണ്. സമയം ചുറ്റും മുഖാന്തരം ഞാൻ എല്ലാവരുടെയും പേരുകൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നിങ്ങളെല്ലാവരോടും കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ എല്ലാവരോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും. ഇവിടെ മസ്കറ്റിൽ നിന്നുള്ളവരുണ്ട്, കുവൈറ്റിൽ നിന്നുള്ളവരുണ്ട്, മലങ്കരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനേക എല്ലാ വ്യക്തികൾ കണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരോടും പ്രത്യേകമായ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അവസാനമായിട്ട് ഈ ബുക്ക് എഴുതുവാൻ തക്കവണ്ണം എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്ത എന്നോടൊപ്പം ആസമംഗമായിരിക്കുന്ന ബെൻസൺ, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ, മറ്റ് സഹോദരങ്ങൾ, സാമ്പത്തിക സഹായം നൽകിയ ഇവരോടൊക്കെയുള്ള പ്രത്യേകമായ നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ സമയത്ത് ഓർത്തുകൊണ്ട് എല്ലാവരെയും കുന്നംകുളത്തിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, മറ്റെല്ലാവരെയും പ്രത്യേകിച്ച് ഈ വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെളുപ്പിലേക്കായി എന്നെയും അതോടൊപ്പം തന്നെ ആശ്രമത്തെ ഓർക്കണമേ എന്ന് ഓർമ്മിച്ചുകൊണ്ട് വേദിയായ യുവലിസ് മാത്തേവരുടെ നേതൃത്വത്തിൽ ഈ ആശ്രമം പ്രവർത്തിക്കുന്നു.
കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തക്കോണടിയാകാൻ തക്കോണം നിങ്ങളുടെ പ്രാർത്ഥനയും യാസനത്തെയും ഞങ്ങളെയും പ്രതിമോർപ്പണം ഓർപ്പിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി എല്ലാവിധമായ സ്നേഹവും നന്ദിയും ആദരവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രമിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരുമായിട്ട് ഇരിക്കുമാറാണ്. വന്നിരിക്കുന്നവർക്കെല്ലാം ഒരു വലിയ ബുക്കിൻ്റെ ഒരു കോപ്പി